നമസ്കാരം. ഹോപ്പനൊപ്പോനെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഫിസിക്കലി നമ്മൾക്ക് ഹോപ്പനൊപ്പോനെ വർക്ക് ചെയ്യുന്നുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറഞ്ഞുതരാം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം മെൻ്റലി ഇമോഷണലി ഒക്കെ നമ്മൾ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിസിക്കലി എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും, ഇപ്പോൾ ഒരു ബോഡി പെയിൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർലി ഒരു ഭാഗത്ത് മാത്രം വേദന. അപ്പോൾ എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഒരു ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 6-7 വർഷം കൊണ്ട് സ്ഥിരമായിട്ടും എൻ്റെ ഒരു ലെഫ്റ്റ് കൈക്ക് എപ്പോഴും പെയിനായിരിക്കും. വർഷത്തിലൊരിക്കൽ പോയാൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഞാനിത് 3 years ബാക്ക് മുതൽ ഞാൻ ഒരു കാര്യം വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ പെയിൻ ഇപ്പോഴും വർഷത്തിലധികം വരും. പക്ഷെ ഞാൻ അവിടെ ചെയ്യുന്നത് ഹോപ്പനോപ്പോനോ ഹീലിംഗ് ആണ്. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് സെർവൈക്കലിന് ഇഷ്യൂ ഉണ്ട്. പക്ഷേ എനിക്ക് അത് പ്രൊലോങ് ആയിട്ട് എനിക്ക് കയ്യിലോട്ടാണ് വേദന വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഷോൾഡറിനാണ് ഞാൻ ഹീലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ആ 4 ഫ്രേസസ് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ നമ്മളുടെ ഫീലിങ്സും ഇമോഷൻസും ആണ് ഇട്ട് പറയേണ്ടത്. ബിക്കോസ് യൂണിവേഴ്സിന് അറിയാവുന്ന ലാംഗ്വേജ് അത് നമ്മുടെ ഫീലിങ്സ് ആണ്. ആ ഒരു ഫ്രീക്വൻസിയെ യൂണിവേഴ്സിന് അറിയുള്ളൂ. സോ നമ്മുടെ ആ ഫീൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ എവിടെയാണോ പെയിൻ ഉള്ളത് ആ പെയിനിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കൈ ഷോൾഡറിൽ വെച്ചിട്ട്, ഐ എം സോറി, ഞാൻ ഇഗ്നോർ ചെയ്തതിന് സോറി, ഞാൻ കൺസിഡർ ചെയ്യാത്തതിന് സോറി, ഫോർഗീവ്നെസ് ചോദിക്കുന്നു, ആൻഡ് ഞാൻ സ്നേഹിക്കുന്നു, ഓക്കെ, ഐ ലവ് യു ആൻഡ് ഐ താങ്ക് യു, എന്നെ ഹീൽ ചെയ്യുന്നതിന് ഞാൻ താങ്ക്സ് ചോദിക്കുന്നു. സോ ഇങ്ങനെയായിരുന്നു ഞാൻ ഹീൽ ചെയ്തത്. 3 days ഞാൻ ചെയ്തു, ആൻഡ് ഇറ്റ് വാനിഷ്ഡ്. അപ്പോൾ ഇത് ഞാൻ പല കാര്യങ്ങൾക്കും ചെയ്തിട്ടുണ്ട്. പീരിയഡിൽ വരുന്ന പെയിനിന് വേണ്ടിയിട്ട് നമ്മൾ വയറിൽ കൈവച്ചിട്ട്, ഐ എം സോറി ഫോർ നോട്ട് കൺസിഡറിങ്. നമ്മൾ പലപ്പോഴും പീരിയഡിൻ്റെ ടൈമിൽ നമ്മൾ പലപ്പോഴും വേദന വരുമ്പം ചിന്തിക്കും, ഒരാണായി ജനിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ മാസം തോറും ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. സോ അപ്പോൾ അത് തിരിച്ച് ആ ഒരു പെയിൻ മാത്രമേ തരത്തുള്ളൂ. വൺസ് വി സ്റ്റാർട്ട് കൺസിഡറിങ് നമ്മുടെ ബോഡി പാർട്സിനെ, അത് തിരിച്ച് അതേപോലെ തന്നെ നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യും. സോ ഈ പെയിൻ വരുന്ന സമയത്ത്, ബിക്കോസ് ബോഡിക്കൊരു മെമ്മറി ഉണ്ട്, അപ്പോൾ ആ മെമ്മറീനെയാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത്. അവിടെ ഇമോഷൻസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഹോപ്പനോപ്പോനോ ആ മന്ത്ര, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു എന്ന് നമ്മൾ ആ ഫീലോട് കൂടെ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഹീലിംഗ് നാച്ചുറലി. നമ്മളുടെ ബോഡി തന്നെ അത് ഹീൽ ചെയ്യാൻ തുടങ്ങും. സോ ദിസ് ഈസ് എ വെരി പവർഫുൾ മന്ത്ര. ഇത് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എന്ത് തരം പെയിൻ ആണെങ്കിലും, ഫിനാൻഷ്യലി എന്ത് ബേർഡൻസിനാണെങ്കിലും ഹോപ്പനോപ്പോനോ റിയലി വർക്ക്സ്. പക്ഷേ ഇത് യൂണിവേഴ്സിന് അറിയുന്ന ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു ഡു ദിസ് മന്ത്ര ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്.